ബോർഡ് ചെയർമാൻ സലാം പറയോ പറഞ്ഞില്ലയോ അതൊന്നുമല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പ്രശ്നം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പ്രശ്നമെന്താ? ഇന്ത്യ രാജ്യത്തിന് എക്കാലവും മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ അഭിമന്യനായ പിണറായി സഖാവ് സൂചിപ്പിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ വലിയ വിലയുണ്ടായിരുന്നു, ഒരു അംഗീകാരമുണ്ടായിരുന്നു, സ്വീകാര്യതയുണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ സൈനിക ശക്തി കൊണ്ടായിരുന്നില്ല അത്, സാമ്പത്തിക ശക്തി കൊണ്ടായിരുന്നില്ല അത്, ഈ രാജ്യത്തിന്റെ ധാർമ്മിക ശക്തി കൊണ്ടായിരുന്നു അത്. ആ ധാർമ്മികത ഈ രാജ്യത്തിനുണ്ടായിരുന്നു. പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗത്തോടൊപ്പം നിൽക്കുക, പീഡനങ്ങൾ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുക, അതുപോലെ സാമ്രാജ്യത്വ ശക്തികളെ എതിർക്കുക. ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഇന്ത്യ രാജ്യം തുടർന്നു വന്ന നയമതായിരുന്നു. എന്നാൽ നരസിംഹറാവുവിന്റെ കാലഘട്ടം മുതൽ ആ നയം മാറി സാമ്രാജ്യത്വം കുനിയാൻ പറയുമ്പോൾ മൂക്കുകൊണ്ട് റാവറിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളെത്തി. ഈ സാമ്രാജ്യത്വ ശക്തികൾ നമുക്കറിയാവുന്ന അമേരിക്കയെപ്പറ്റി മൻമോഹൻ സിംഗ് പറഞ്ഞതെന്താ? അദ്ദേഹം ബുഷിന് കത്തെഴുതിയപ്പോൾ പറഞ്ഞത്, അങ്ങേ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ അഗാധമായി സ്നേഹിക്കുന്നു എന്നാണ്. മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി നിൽക്കുന്നത് മഹാനായ വെളിയങ്കോട് മെർക്കാളിയുടെ പാരമ്പര്യമുള്ള, മഹാനായ കുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ പാരമ്പര്യമുള്ള, ചേറൂർ ശുഹദാക്കളുടെ പാരമ്പര്യമുള്ള, മലപ്പുറം ശുഹദാക്കളുടെ പാരമ്പര്യമുള്ള, സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന്റെ കൊടുങ്കാറ്റുയർത്തിവിട്ട ആലി മുസ്ലിയാരുടെ പാരമ്പര്യമുള്ള, കുഞ്ഞഹമ്മദാജിയുടെ പാരമ്പര്യമുള്ള മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ, പൊന്നാനിയുടെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ ജോർജ് ബുഷിനെ അഗാധമായി സ്നേഹിച്ച ഒരൊറ്റ ആളുണ്ടോ മക്കളെ? പിന്നെ ഏത് ഇന്ത്യക്കാരാ ജോർജ് ബുഷിനെ അഗാധമായി സ്നേഹിക്കുന്നത്? രണ്ട് സ്ഥാനാർത്ഥികളാണ് ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഒന്ന് അപ്പുറത്തെ സ്ഥാനാർത്ഥി. ഇതാണ് മലപ്പുറം ജില്ലയിൽ ആകെ ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നവര്. വേറെ ആരാ മലപ്പുറം ജില്ലയിൽ ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നവർ, അഗാധമായി സ്നേഹിക്കുന്നവർ? അയാളെ ഒരു ഷൂ എടുത്ത് എറിഞ്ഞപ്പോ ആ ഷൂവിന് 40 കോടി രൂപ വില പറയുന്ന അവസ്ഥ ഉണ്ടായില്ലേ മക്കളെ? ആ ഷൂവിനെ പറ്റി മാത്രം അറേബ്യയിൽ മാത്രം 200 കവിതകൾ രചിക്കപ്പെട്ടില്ലേ? മുന്തലിർ ഉസൈദ് എന്ന ചെറുപ്പക്കാരൻ സെക്കൻഡുകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ വിമോചന പോരാളികളുടെയും വീരപുരുഷനായി മാറിയില്ലേ? ആ മുന്തലിർ ഉസൈദിന് 3 കൊല്ലം ശിക്ഷിക്കപ്പെട്ടപ്പോഴും ഈജിപ്തിലെ കോടീശ്വരന്മാര് പറയുന്നില്ലേ, ജോർജ് ബുഷിനെ ഷൂ വലിച്ചെറിഞ്ഞ ആ മുന്തലിർ ഉസൈദ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയുന്ന അവസ്ഥയിൽ മുന്തലിർ ഉസൈദിനെ ഹുസ്നി മുബാറക് എന്ന സാമ്രാജ്യത്വത്തിന്റെ പാദസേവകന്റെ നാട്ടിലെ പ്രമുഖരായ സമ്പന്നന്മാരായ ഈജിപ്ഷ്യന്മാരായ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവമുള്ളവർ പറയുന്നില്ലേ, ഈ ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അഗാധമായി സ്നേഹിക്കുന്നു. ഏത് ജോർജ് ബുഷ് US ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച ഉപരോധം UN നടപ്പാക്കിയതിന്റെ പേരിൽ 5 ലക്ഷം പിഞ്ചുമക്കളാണ് ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പട്ടിണി കിടന്ന് മരിച്ചത് മക്കളെ. 5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഒന്നാം ഇറാഖ് അധിനിവേശത്തിൽ 2 ലക്ഷം നിരപരാധികൾ കൊല്ലപ്പെട്ടു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അഫ്ഗാനിലും ഇറാഖിൽ മരിച്ചുവിട്ട അതികഠിനമായ അതിക്രൂരമായ നരനായാട്ടിൽ 15 ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു. അപ്പോഴെല്ലാം ജോർജ് ബുഷിനെ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നാ മൻമോഹൻ സിംഗ് പറഞ്ഞത്. തീർന്നില്ല. ഇസ്രായേൽ ഫലസ്തീനിലെ ഗാസയിൽ ബോംബിട്ട് 100 കണക്കിന് ആളുകളെ കൊന്നപ്പോൾ, അവിടുത്തെ 1000 സഹോദരിമാർ ആക്രമിക്കപ്പെട്ടപ്പോൾ, 100 പള്ളികൾ തകർക്കപ്പെട്ടപ്പോൾ, നിരവധി പള്ളിക്കൂടങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ, ഗാസയിലെ 51% കുട്ടികൾ മനോരോഗം ബാധിച്ചിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് മനോരോഗത്തിന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ അവർ ഭ്രാന്തന്മാരായി അലഞ്ഞുതിരിയുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പല കമ്മീഷനുകളും അവിടെ പോയി കാര്യങ്ങൾ കണ്ട പലരും റിപ്പോർട്ട് ചെയ്യുന്നു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 51% കുഞ്ഞുങ്ങൾ, ഒരു നാട്ടിലെ കുഞ്ഞുങ്ങൾ മൊത്തം മനോരോഗത്തിന് അടിമപ്പെടത്തക്കവണ്ണം ആ നാട്ടിലെ 1000 കൊല്ലപ്പെടുകയും 100 കണക്കിന് കബന്ധങ്ങൾ കുന്നുകൂടുകയും നമ്മൾ കണ്ടില്ലേ? ഒരു പിഞ്ചു കുഞ്ഞിനെ അവിടേക്ക് കടന്നു ചെന്ന ഇസ്രായേലിന്റെ കിരാതന്മാരായ പട്ടാളക്കാർ വെടിവെച്ചപ്പോൾ ആ കുഞ്ഞ് പിടഞ്ഞു വീണപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് നായ അഴിച്ചുവിട്ടിട്ട് ജീവന് വേണ്ടി കഴിയുന്ന ആ കുഞ്ഞിനെ ഇസ്രായേൽ പട്ടാളക്കാരന്റെ നായ കടിച്ച്
കീറി ഇഞ്ചിഞ്ചായി കൊന്നു തീർക്കുമ്പോൾ ഈ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരലനക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന് കഴിഞ്ഞോ? ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് കഴിഞ്ഞോ? ആ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഇന്ത്യയിലെ 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടെന്ന പേരില് അവരോട് എപ്പോഴും സാമ്രാജ്യത്വ ശക്തികളുടെ മുന്നിൽ പോയി രാജ്യത്തിന് വേണ്ടി മൂക്കുകൊണ്ട് റാവറിക്കുന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരലനക്കാൻ കഴിഞ്ഞോ മക്കളെ? ഇല്ലെങ്കിൽ ആ ഇസ്രായേലിനോടുള്ള അടങ്ങാത്ത വിധേയത്വത്തിനും അമേരിക്കയോടുള്ള അടങ്ങാത്ത വിധേയത്വത്തിനുമെതിരെ ഇതൊരു ചെറിയ കാര്യമല്ല. ചാവേസ് ഉണ്ടല്ലോ, വെനിസ്വേലയുടെ ചാവേസ്, അദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയെ തന്റെ രാജ്യത്ത് നിന്ന് തിരിച്ചുവിട്ടു. എന്റെ നാട്ടിൽ നിൽക്കണ്ട, പൊക്കോന്ന് പറഞ്ഞുവിടാൻ അദ്ദേഹം ആർജവം കാണിച്ചു. ആ ചാവേസിന്റെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഖത്തറിലെ ഉച്ചകോടിക്ക് ശേഷം കന്തൂറയും തലയിൽ ഷാളും ഇട്ട അറബികൾ ഒരു കൈയിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് മറുകൈയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ചിന്താഗതിയുടെ കരുത്തരായ അമരക്കാർ ചാവേസിന്റെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഖത്തറിന്റെ തെരുവോരങ്ങളിലൂടെ റാലി നടത്തിയത് മക്കളെ. ആ ചാവേസിന്റെ വെനിസ്വേലയും ക്യൂബയും റഷ്യയ്ക്ക് താവളം കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്ന പുതിയ സാഹചര്യം. ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങൾ ചാവേസിനെ പോലെയുള്ള ധീരന്മാരായ ഭരണകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടം. സാമ്രാജ്യത്വത്തിന് ഒരു സാർവദേശീയമായ മുഖമുണ്ടായി. സാമ്രാജ്യത്വത്തിനെതിരെ സാർവദേശീയമായി ബാങ്ക് കൊടുക്കും. ബാങ്ക് കഴിഞ്ഞ് പെട്ടെന്ന് നിർത്തിയേക്കാം, 2 മിനിറ്റ്. എവിടാ ബാങ്ക് കൊടുത്തത്? നിങ്ങൾ എവിടുന്നാ കേട്ടത്? ബാങ്ക് കൊടുത്തില്ല. ബാങ്ക് ആവുമ്പോൾ നിർത്തിയേക്കാം, എന്നിട്ട് 2 മിനിറ്റ് വേഗം. പെർമനന്റ് ആയല്ലോ.